ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടോമാറ്റിക് ഹാൻഡ് വാഷ് ഡിസ്പെൻസറാണ് ഉണ്ടാക്കുന്നത്. ഒരു സെൻസർ വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാം. ഇതുണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഫ്രെയിം നമ്മൾ ബോക്സ് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ആ ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് നമ്മൾ സെൻസറൊക്കെ വെക്കുന്നത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ വേറെ ലൈറ്റുകളൊന്നും വരാൻ പാടില്ല. അതുപോലെ ഒരു സെൻസറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പെട്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിവുഡിൻ്റെ ഒരു കഷ്ണം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ അത് ലേശം ഉറപ്പുള്ളത് വേണം. അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ ഒരു സാനിറ്റൈസറിൻ്റെ കുപ്പിയും വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ സാനിറ്റൈസറിൻ്റെ ബോട്ടിനെ പ്രസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാറിൻ്റെ ഡോറിലൊക്കെ വെക്കുന്ന സെൻട്രൽ ലോക്കിൻ്റെ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. ആ ഗണ്ണിൻ്റെ പവർ വരുന്നത് കൊണ്ട് നമ്മൾ കാർബോർഡ് മാത്രം ഉണ്ടാവില്ല, അതിൻ്റെ പവർ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു നല്ലൊരു ഉറപ്പുള്ള കഷ്ണത്തിന് വേണ്ടിയിട്ട് 2 പലകയുടെ കഷ്ണമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഫ്രെയിമുകൾ നമുക്ക് സാധാ കാർബോർഡിൻ്റെ കഷ്ണങ്ങൾ മതി. നമ്മുടെ ഈ ഒരു സെൻസറിന് വേണ്ടി ഉപയോഗിക്കുന്നത് സാധാ ഒരു LED 4 വോൾട്ടിൻ്റെ ഒരു LED-യും അതുപോലെ തന്നെ LDR-ഉം വെച്ചിട്ടാണ് നമ്മൾ ഒരു സെൻസർ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഒരു ലൈറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ട് റെസിസ്റ്റൻസ് വർക്ക് ചെയ്യുകയാണ് LDR ചെയ്യുന്നത്. ആ റെസിസ്റ്റൻസിൻ്റെ പാത്തിൽ റെസിസ്റ്റൻസ് കുറയുന്ന സമയത്ത് അതിലൂടെ കറണ്ടിനെ ഫ്ലോ ചെയ്യിക്കും. ആ സമയത്ത് അതിലുണ്ടാകുന്ന ഈ ചെറിയ കറണ്ടിനെ നമ്മൾ ഒരു റിലേ മൊഡ്യൂൾ വെച്ചിട്ട് 4 വോൾട്ടിൻ്റെ റിലേ മൊഡ്യൂൾ വെച്ചിട്ട് ആ വോൾട്ടേജിനെ 12 വോൾട്ടാക്കി ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കാറിൻ്റെ ഗണ്ണിനെ പവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഗണ്ണ് ഇവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഗണ്ണിൻ്റെ ബാക്കിൽ നമ്മൾ ഇതുപോലെ മൾട്ടിവുഡിൻ്റെ ചെറിയൊരു പീസ് ഉപയോഗിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഗണ്ണിൻ്റെ ഹൈറ്റ് ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ ഗണ്ണിൻ്റെ അതേ പൊസിഷനും നമ്മുടെ സാനിറ്റൈസറിൻ്റെ മോഡിയിലിൻ്റെ പ്രസ് ചെയ്യുന്ന സമയത്താണ് താഴോട്ട് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ മൾട്ടിവുഡിൻ്റെ ചെറിയൊരു പീസ് വെച്ച് സ്ക്രൂ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഗണ്ണ് സ്ക്രൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ വെച്ചതിന് ശേഷം അതിൻ്റെ ഗണ്ണിൻ്റെ ഈ ഒരു നോബ് താഴോട്ട് ഫുള്ള് ബാക്കോട്ട് ഉള്ളോട്ട് വലിഞ്ഞ് നിൽക്കുന്ന ആ പൊസിഷനിലായിരിക്കും നമ്മൾ ചെയ്തത്. കാരണം പവർ ചെയ്യുമ്പോൾ നമ്മൾ ഗണ്ണിൻ്റെ ഒരു നോബ് താഴോട്ട് വരികയാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ ഫുള്ളായിട്ട് വരാനുള്ള വിധത്തിലായിരിക്കും നമ്മൾ ഈ ഒരു ഗണ്ണ് വെച്ചിരിക്കേണ്ടത്. അല്ല ഗണ്ണ് ഉള്ളോട്ട് ചെയ്താൽ നമ്മുടെ ഗണ്ണിൻ്റെ ഈ പ്രവർത്തനം നടക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ബോട്ടിൻ്റെ ഒരു ഇതിൽ നമ്മൾ കോപ്പർ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാണ്. കാരണം ഗണ്ണ് വന്ന് ഇടിക്കുന്ന സമയത്ത് ആ ബോട്ടിൽ വന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ നോബ് നമ്മൾ ഈ സാനിറ്റൈസറിൻ്റെ നോബ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യണം. കാരണം അത് ഗണ്ണിൻ്റെ പൊസിഷന് മേലോട്ടും താഴോട്ടും പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനൊന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കോപ്പറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ അത് കെട്ടി നല്ലോണം പ്രസ് ചെയ്ത് അതിൽ ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്തതിന് ശേഷം അതൊരു സെറ്റായി നിൽക്കേണ്ടതാണ്. അത് അതായത് ഈ ഗണ്ണ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നോബ് അങ്ങോട്ടോ തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ കാർബോർഡ് കൊണ്ട് ഇത് ഫുള്ളായിട്ട് മറയുന്ന വിധത്തിലൊരു പെട്ടിയാക്കി മാറ്റുകയാണ്. അതുപോലെ തന്നെ ആ ഒരു പെട്ടീൻ്റെ നമ്മൾ കൈ വെക്കുന്ന സാനിറ്റൈസറിൻ്റെ കുപ്പിയുടെ അടിഭാഗത്താണ് നമ്മൾ കൈ വെക്കുന്ന സമയത്താണ് സാനിറ്റൈസറിൻ്റെ ഡിസ്പെൻസ് വർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അടിഭാഗത്തും നമ്മൾ ചെറിയൊരു പെട്ടി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് വേറെ ഒരു വെളിച്ചം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പെട്ടിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് നിങ്ങൾ മരം കൊണ്ടോ കാർഡ്ബോർഡോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിലാണ് സെൻസറുകൾ വരാനുള്ളത്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സെൻസറിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ LDR-ഉം ഇതിൻ്റെ മുകളിൽ വരുന്നത് LDR-ലേക്ക് ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചൈനയുടെ ടോർച്ചിൻ്റെ ഒരു ലെൻസാണ്. ആ ലെൻസിലേക്ക് നമ്മൾ 5 വോൾട്ടിൻ്റെ സാധാ ഒരു LED ബൾബാണ്. സാധാ LED എന്നാൽ കോവ് ചിപ്പ് ടൈപ്പ് പവറുള്ളൊരു LED ആണ് ഉപയോഗിക്കുന്നത്. ഈ LED-ൻ്റെ ബ്രൈറ്റ് വരുന്ന ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെ 1/2 ഇഞ്ച് പൈപ്പിൻ്റെ ഒരു സോക്കറ്റാണ് സെറ്റ് ചെയ്യുന്നത്. ആ സോക്കറ്റിൽ കൂടെ നമ്മുടെ അടിഭാഗത്തെ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം വരുന്നത് കാണാം.
ആ വെളിച്ചത്തിന് കറക്റ്റാക്കിയിട്ട് നമ്മൾ LDR അവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ 2 വയർ നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ ഈ അവസാനത്തെ ഈ ബോക്സിൻ്റെ ഇത് നമ്മൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഗണ്ണിൽ നിന്ന് എടുത്ത വയർ നമ്മൾ ചെറിയ വയറാണ്, അത് നമ്മൾ 2 വയർ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ആ റെഡ് വയർ പോസിറ്റീവും അത് വൈറ്റ് നെഗറ്റീവാണ്. ആ ഒരു പോസിറ്റീവ് വയർ നമ്മളെ റിലേ മൊഡ്യൂളിൻ്റെ നോർമലി ക്ലോസിലേക്ക് നമ്മൾ അതിൻ്റെ പോസിറ്റീവ് വയർ അവിടെ കണക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു റിലേൻ്റെ മൊഡ്യൂളിൽ നിന്നുള്ള കോമണിൽ നിന്ന് നമ്മൾ നമ്മുടെ സാധാ 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് എടുക്കുന്നത്. ആ 12 വോൾട്ട് ബാറ്ററിയുടെ ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ റിലേ മൊഡ്യൂൾ വർക്ക് ചെയ്യാൻ 5 വോൾട്ട് സപ്ലൈ ആണ് അതിന് വേണ്ടിയിട്ട് മൊബൈലിലെ ഒരു ബാറ്ററിയാണ് 4 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 വോൾട്ട് റെഗുലേറ്റർ IC ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇതിൽ ഫസ്റ്റ് വരുന്നത് വലത്ത് ഭാഗത്ത് നിന്ന് ഗ്രൗണ്ടും രണ്ടാമത് VCCയും പിന്നെ 2 ഇൻപുട്ടുകളുമാണ്. അതിൽ നമുക്ക് 2 ചാനൽ റിലേ മൊഡ്യൂളാണ് ഇത് ഉപയോഗിച്ചത്. നമുക്ക് ഇതിലെ രണ്ടാമത്തെ ചാനലാണ് കണക്ഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ചാനലിൽ IN2 എന്ന് എഴുതിയിട്ടുണ്ടാവും, അതായിരിക്കും നമ്മുടെ രണ്ടാമത്തെ റിലേൻ്റെ മൊഡ്യൂൾ. അതായത് നമ്മളിപ്പം കണക്ഷൻ കൊടുക്കുന്നത് റിലേൻ്റെ കണക്ഷൻ അതാണ്. നമുക്ക് ഒരു ചാനലിൻ്റെ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ LDR എന്ന് വന്ന ഒരു വയർ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണ്, അതായത് IN2ലേക്ക്. അതുപോലെ നമ്മുടെ ഈ ഒരു ലൈറ്റ് നമുക്ക് പവർ ചെയ്യാൻ 4 വോൾട്ടിൻ്റെ LED ആണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ ഈ ഒരു ബാറ്ററിയിലെ ഇതിൻ്റെ പോസിറ്റീവ് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവിലും അതുപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് ബാറ്ററിയുടെ 4 വോൾട്ട് ബാറ്ററിയുടെ ഇതിലും കണക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ പവർ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ബോർഡിൽ പവർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫീമെയിൽ കണക്ടർ ഉപയോഗിക്കുകയാണ്, ഫീമെയിൽ സോക്കറ്റാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു നെഗറ്റീവും പോസിറ്റീവും ഉപയോഗിക്കുന്നുണ്ട്. അത് പോസിറ്റീവ് വയറിലേക്ക് പോസിറ്റീവും നെഗറ്റീവ് വയറിലേക്ക് നെഗറ്റീവും ഇതിൻ്റെ സോക്കറ്റുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ പോസിറ്റീവ് നമ്മുടെ ഈ ഒരു ബോർഡിൻ്റെ VCC അതായത് 5 വോൾട്ടിലും അതുപോലെ തന്നെ ഗ്രൗണ്ടിലും കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ മൊഡ്യൂള് ഈ ഒരു റിലേ മൊഡ്യൂൾ പവേർഡ് ആകുന്നത് കാണാം. ഈ ഒരു മൊഡ്യൂളിന് പകരം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പക്ഷേ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഞാൻ കയ്യിലുള്ള ഈ ഒരു മൊഡ്യൂൾ എടുത്തിരിക്കുകയാണ്. ഇതിൽ നമുക്കൊരു റിലേയും ട്രാൻസിസ്റ്റർ BC 540 ട്രാൻസിസ്റ്ററും 1K റെസിസ്റ്റൻസും ഒരു ഒപ്റ്റോകപ്ലറും 2 ഡയോഡും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. LDR എന്ന് വന്ന 2 വയർ, അതായത് യെല്ലോയും ഗ്രീനും. അതിൽ ഗ്രീൻ നമ്മൾ ഇൻപുട്ടായിട്ട് രണ്ടാമത്തെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വയറിൽ LDR എന്ന ഒരു വയറും കൂടെ വരുന്ന ആ ഒരു വയർ നമ്മൾ ഈ ഒരു 4 വോൾട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് സപ്ലൈയിൽ കൊടുക്കുകയാണ്. കാരണം ഇത് വർക്കിംഗ് ആകുന്നതെന്നാൽ ഇതിൻ്റെ ഈ നെഗറ്റീവ് സപ്ലൈ നമ്മൾ ഈ ഒരു ഇൻപുട്ടിലേക്ക് കയറുന്ന സമയത്താണ് ഈ ഒരു റിലേ വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫുള്ള് ലൈറ്റ് അതിൻ്റെ മുകളിൽ അടിച്ചു വെക്കുന്ന സമയത്ത് അതിൽ റെസിസ്റ്റൻസ് കൂടി നിൽക്കുകയും അപ്പോൾ ഇതിലെ നെഗറ്റീവ് സപ്ലൈ വരാതിരിക്കുക. അതുപോലെ നമ്മൾ കൈ മറിയുന്ന സമയത്ത് ലൈറ്റ് ഇല്ലാതാവുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറയും. അതുകൊണ്ട് തന്നെ ഈ റിലേക്ക് കൂടെ കറണ്ട് പാസ് ചെയ്യും. അതുകൂടെ തന്നെ വോൾട്ടേജിനെ 12 വോൾട്ടായിട്ട് റെഗുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗണ്ണ് വർക്ക് ചെയ്യുന്നത്. തന്നെ നമ്മുടെ ഗണ്ണിൽ നിന്ന് വരുന്ന റെഡ് വയർ നമ്മൾ റിലേയുടെ നോർമലി ക്ലോസ് എന്ന ആ ഒരു പോയിന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിലേയിൽ നിന്ന് വരുന്ന ആ ഒരു ഗണ്ണിൽ നിന്ന് വരുന്ന വൈറ്റ് വയർ നെഗറ്റീവാണ്. അത് നമ്മൾ 12 വോൾട്ട് ബാറ്ററി, അതായത് നമ്മൾ 12 വോൾട്ട് ബാറ്ററിയുടെ ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ സർക്യൂട്ട് ഫുള്ളായിട്ടുണ്ട്. നമ്മൾ ഈ റിലേയും ഇതിൻ്റെ റിലേ മൊഡ്യൂളും ഇതിൻ്റെ 4 വോൾട്ട് ബാറ്ററിയൊക്കെ നമ്മൾ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ച് സൈഡ് ഒട്ടിച്ചിരിക്കുകയാണ്. ഈ ഒരു ഹാൻഡ് വാഷിൻ്റെ ഇൻവാഷ് ലിക്വിഡിൻ്റെ പ്രവർത്തനത്തിലേക്ക് പോകാൻ ഒരാൾ കൈ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ട ഹാൻഡ് വാഷിൻ്റെ ലിക്വിഡ് കിട്ടിയതിന് ശേഷം അത് അവിടെ തന്നെ നിൽക്കും. ഒരാളുടെ കൈ വലിച്ചതിന് ശേഷം മാത്രമേ പിന്നെയും വർക്ക് ചെയ്യുള്ളൂ. അതാണ് ഇതിൻ്റെ സെൻസറിൻ്റെ പ്രത്യേകത. വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. അതുപോലെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.